ഹായ് ഫ്രണ്ട്സ്, എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതലാവത്തില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്കിതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഞാനിത് അവൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ ഒരു ചമ്മന്തി കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അവലാണ്. 1 കപ്പ് ഫുള്ള് നിറച്ചായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ഒരല്പം കുറവുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് തന്നെ നമുക്ക് ഉപ്പുമാവ് റവ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ വെള്ളം ചേർക്കുന്നതിൻ്റെയൊക്കെ അളവ് പറയുന്നത് ഞാൻ എടുക്കുന്ന ഇത് കണക്കാക്കി, അതായത് അവലും റവയൊക്കെ എടുത്തത് കണക്കാക്കി ആണ് ഞാൻ വെള്ളം പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വെള്ളമൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കത് അരച്ചെടുക്കാം, ഒട്ടും താമസമില്ലാതെ. അപ്പോൾ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ അരച്ചിട്ട് ആ ഒരു ബൗളിലേക്ക് തന്നെ ഇത് നമുക്ക് മാറ്റി കൊടുക്കണം. ഇതുപോലെ ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക്, അതായത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കൂ, ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി കൊണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമായിട്ട് നന്നായിട്ട് നോക്കണം. എന്നിട്ട് നമ്മൾ ദോശയുടെ കൺസിസ്റ്റൻസി തന്നെ ഇത് കിട്ടുന്നുണ്ടോ എന്നൊന്നും ഒക്കെ നമുക്കൊന്ന് നോക്കി കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഞാൻ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ. അപ്പോൾ ആ റവയുടെ തരി ചെറുതായിട്ട് അതിനകത്തുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം ഞാൻ വറുത്ത കപ്പലണ്ടി 1 സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ തേങ്ങ ചിരവിയതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ ഇത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള, ഒരുപാട് ചേർക്കേണ്ട, 1 സ്പൂൺ അളവിലുള്ള കട്ടി തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം പുളിയുള്ള തൈരാണ്. ഇനി അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുവറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ കടുവറുക്കുന്നതൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല കേട്ടോ. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മളിതേ തവ ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഓരോ തവി മാവ് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കാരണം അവലായത് കാരണം പ്രത്യേകിച്ച് ഇതിൽ അടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചേക്കും. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഇതേപോലെ നല്ല, അതായത് ഹോളുകളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിനകത്ത് ഈ നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. അത്രയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടാണിത്. അപ്പോൾ ഇതിങ്ങനെ രാവിലെ അവലുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയും ചമ്മന്തിയുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കും.